പ്രിയ വിദ്യാർത്ഥികളെ, പ്ലസ് ടു മാത്സിലെ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന ചാപ്റ്ററിൻ്റെ സെക്കൻഡ് വീഡിയോ പാർട്ടാണിത്. ഫസ്റ്റ് വീഡിയോയിൽ എന്താണ് റിഫ്ലെക്സീവ് റിലേഷൻ, സിമെട്രിക് റിലേഷൻ, ട്രാൻസിറ്റീവ് റിലേഷൻ എന്നാണ് ചർച്ച ചെയ്തത്. ഈ വീഡിയോയിലൂടെ ഒരു റിലേഷൻ റിഫ്ലെക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവും ആണോ എന്ന് പരിശോധിക്കുന്ന ടെക്സ്റ്റ് ബുക്ക് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. മക്കളെ, ഒന്നാമത്തെ ചോദ്യം നോക്കൂ. ഇവിടെ റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന സെറ്റ് എ ഈക്വൽ ടു സെറ്റ് 1 2 3 എക്സെട്ര 14 ആണ്. റിലേഷൻ തന്നിരിക്കുന്നത് ആർ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് വൈ സച്ച് ദാറ്റ് 3x മൈനസ് വൈ ഈക്വൽ ടു 0 എന്നാണ്. ഈ റിലേഷൻ റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ് ആണോ എന്നാണ് പരിശോധിക്കേണ്ടത്. നമുക്കിത് റിഫ്ലെക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവും ആണോ എന്ന് പരിശോധിക്കാൻ രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന് ഈ ഡെഫിനിഷൻ ഉപയോഗിച്ച് ചെയ്യാം. മറ്റൊരു രീതി എന്ന് പറയുന്നത് ഈ റിലേഷനെ റോസ്റ്റർ ഫോമിൽ എഴുതിയിട്ട് ആ രീതിയിലും ചെയ്യാം. ഇവിടെ ഞാൻ റോസ്റ്റർ ഫോമിലേക്ക് മാറ്റിയിട്ടാണ് ചെയ്യുന്നത്. ഇതിനെ റോസ്റ്റർ ഫോമിലേക്ക് മാറ്റുന്ന സമയത്ത് നോക്കൂ, ആർ ഈക്വൽ ടു, ഇവിടെ കണ്ടീഷൻ എന്താണ്? 3x മൈനസ് വൈ ഈക്വൽ ടു 0 ആണ്. അതായത് y ഈക്വൽ ടു 3x എന്നതാണ് ഇവിടുത്തെ കണ്ടീഷൻ. അതുപയോഗിച്ച് നമുക്ക് ഓർഡേർഡ് പെയർസ് എഴുതാം. ആദ്യം 1 എടുക്കുന്ന സമയത്ത് എയിൽ നിന്ന് എയിലേക്കുള്ള റിലേഷനാണ്. ആയതുകൊണ്ട് എക്സിന് 1 നൽകുന്ന സമയത്ത് y ഈക്വൽ ടു 3 × 1 3 കിട്ടുന്നു. അതുപോലെ 2 ആകുമ്പോൾ 6, 3 9, 4 12. ഇനി 5 ആവുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് 15 ആണ്. എയിൽ നിന്ന് എയിലേക്കുള്ള റിലേഷൻ ആയതുകൊണ്ട് 15 ഇതിലൊരു എലമെൻ്റ് അല്ല. ആയതുകൊണ്ട് ഇതാണ് റോസ്റ്റർ ഫോമിൽ എഴുതുമ്പോൾ കിട്ടുന്നത്. ഇനി ഈ റിലേഷൻ റിഫ്ലെക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവും ആണോ എന്ന് പരിശോധിക്കാം. ആദ്യം നമുക്കിത് റിഫ്ലെക്സീവ് ആണോ എന്ന് പരിശോധിക്കാം. ആയതുകൊണ്ട് ആദ്യം റിഫ്ലെക്സീവ് എന്ന് എഴുതി. റിഫ്ലെക്സീവ് ആവാനുള്ള കണ്ടീഷൻ എന്താണ്? എ ബിലോങ്സ് ടു ആർ ഫോർ ഓൾ എ ബിലോങ്സ് ടു എ. ഇത് കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ച കാര്യമാണ്. അതായത് ആ റിലേഷനിൽ എ എന്ന രൂപത്തിലുള്ള എല്ലാ ഓർഡേർഡ് പെയർസും, ഇവിടെ എയിൽ 1 to 14 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് ആണുള്ളത്. ആയതുകൊണ്ട് 1 1 2 2 3 3 എക്സെട്ര 14 വരെയുള്ള എല്ലാ ഓർഡേർഡ് പെയർസും ഈ റിലേഷൻ ഉണ്ടെങ്കിലാണ് ഇതിനെ റിഫ്ലെക്സീവ് എന്ന് വിളിക്കുക. നോക്കൂ, ഈ റിലേഷൻ അതുണ്ടോ? ഇല്ല. ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? 1 1 does not belongs to R, therefore R is not reflexive. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു റിലേഷൻ റിഫ്ലെക്സീവ് അല്ല എന്ന് പറയാൻ ഏതെങ്കിലും ഒരു ഓർഡേർഡ് പെയർ ആ ഒരു റൂള് വയലേറ്റ് ചെയ്യുന്നു എന്ന് കാണിച്ചാൽ മതി. അതല്ലാതെ 2 2 3 3 4 4 ഇവയൊന്നും ഇല്ല എന്ന് പറയേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ഒരു ഓർഡേർഡ് പെയർ അതിലില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് റിഫ്ലെക്സീവ് എന്ന് പറയാം. അടുത്തതായി നമുക്കിത് സിമെട്രിക് ആണോ എന്ന് പരിശോധിക്കാം. സിമെട്രിക് എന്ന് എഴുതി. സിമെട്രിക് ആവാനുള്ള കണ്ടീഷൻ എന്താണ്? എ ബി ബിലോങ്സ് ടു ആർ ഇംപ്ലൈസ് ബി എ ബിലോങ്സ് ടു ആർ. ഇത് പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ്. എ ബി എന്ന ഓർഡേർഡ് പെയർ ആ റിലേഷൻ ഉണ്ടെങ്കിൽ ബി എ എന്ന ഓർഡേർഡ് പെയറും ആ റിലേഷൻ ഉണ്ടായിരിക്കണം. നോക്കൂ, ഇവിടെയുള്ള ഒരു ഓർഡേർഡ് പെയർ നമുക്ക് എടുക്കാം. 1 3 എന്നത് ആ റിലേഷനിലുള്ള ഒരു ഓർഡേർഡ് പെയർ ആണ്. 1 3 ബിലോങ്സ് ടു ആർ ആണ്. പക്ഷേ 3 1 എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ ആ റിലേഷൻ ഇല്ല. ഡസ് നോട്ട് ബിലോങ്സ് ടു ആർ. നോക്കൂ, 1 3 ആ റിലേഷനുണ്ട്, പക്ഷേ 3 1 ആ റിലേഷൻ ഇല്ല. therefore R is not symmetric. അതുകൊണ്ട് ഈ റിലേഷൻ സിമെട്രിക് അല്ല എന്ന് നമുക്ക് പറയാൻ കഴിയും. ഇനി പരിശോധിക്കാനുള്ളത് ഈ റിലേഷൻ ട്രാൻസിറ്റീവ് ആണോ എന്നാണ്. റിലേഷൻ ട്രാൻസിറ്റീവ് ആണോ എന്ന് പരിശോധിക്കണം. ട്രാൻസിറ്റീവ് ആവാനുള്ള കണ്ടീഷൻ എ ബി കോമ ബി സി ബിലോങ്സ് ടു ആർ, ദെൻ എന്താണ്? വിച്ച് ഇംപ്ലൈസ് എ സി ബിലോങ്സ് ടു ആർ. എ ബി ബി സി, എ ബി ബി സി എന്ന രണ്ട് ഓർഡേർഡ് പെയറുകൾ ആ റിലേഷൻ ഉണ്ടെങ്കിൽ എ സിയും ആ റിലേഷൻ ഉണ്ടായിരിക്കണം. ഇതാണ് കണ്ടീഷൻ. ഇപ്പോൾ നമ്മൾ ഈ എക്സാമ്പിൾ പരിശോധിക്കുന്ന സമയത്ത് നോക്കൂ, ഇതിൽ 1 3 അതുപോലെ 3 9. നോക്കൂ, 3 ആണ് 3 ആണ്. ഈ രണ്ട് ഓർഡേർഡ് പെയർസും ആ റിലേഷനുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ 1 9 റിലേഷൻ ഉണ്ടെങ്കിലാണ് അതിനെ ട്രാൻസിറ്റീവ് എന്ന് വിളിക്കുക. 1 9 എന്ന ഓർഡേർഡ് പെയർ ഈ റിലേഷൻ ഉണ്ടോ? ഇല്ല. 1 9 does not belongs to R, therefore R is not ട്രാൻസിറ്റീവ്. ശ്രദ്ധിക്കുക, ഒരു റിലേഷൻ തന്നതിന് ശേഷം അത് റിഫ്ലെക്സീവും സിമെട്രിക്കും
ട്രാൻസിറ്റീവ് ആണോ എന്ന് പരിശോധിക്കുന്ന ചോദ്യമാണിത്. വളരെ സിമ്പിളായുള്ളൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിലെ റിലേഷൻ നമ്മൾ ആദ്യം റോസ്റ്റർ ഫോമിൽ എഴുതി. ഇത്തരത്തിൽ എല്ലാ കേസും റോസ്റ്റർ ഫോമിൽ എഴുതാൻ കഴിയണമെന്നില്ല. ഇവിടെ കഴിയുന്ന ഒരു കേസാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയത്. അതിനുശേഷം ആ റിലേഷൻ റിഫ്ലെക്സീവ് ആണോ എന്ന് പരിശോധിക്കാൻ റിഫ്ലെക്സീവ് എന്താണെന്ന് അറിയണം. അത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? റിഫ്ലെക്സീവ് ആണോ എന്ന് എഴുതാം. അതുപോലെ സിമ്മെട്രിക് ആണോ എന്ന് പരിശോധിക്കാൻ സിമ്മെട്രിക് ആണോ എന്ന ഈ റൂൾ അറിയണം. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് പരിശോധിക്കാം. അതിനുശേഷം ട്രാൻസിറ്റീവ് ആണോ എന്ന് പരിശോധിക്കലും കൂടിയാണ് ചെയ്തത്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഇവിടെ തന്നിരിക്കുന്ന റിലേഷൻ നോക്കൂ. ഈ റിലേഷൻ നാച്ചുറൽ നമ്പേഴ്സിലുള്ള ഒരു റിലേഷനാണ്. ആ റിലേഷൻ എന്താണ്? സെറ്റ് ഓഫ് ഓൾ എക്സ് വൈ സച്ച് ദാറ്റ് y ഈക്വൽ ടു എക്സ് പ്ലസ് 5 ആൻഡ് എക്സ് ലെസ് ദാൻ 4. ഇതാണ് റിലേഷൻ. അതായത് y ഈക്വൽ ടു എക്സ് പ്ലസ് 5 ആണ്, അതോടൊപ്പം എക്സ് ലെസ് ദാൻ 4 ആണ്. എക്സ് ലെസ് ദാൻ 4 എന്ന് പറയുമ്പോൾ എക്സിന് വിലകൾ വരുന്നത് 1, 2, 3 ആണ്. അതിന് കാരണം ഈ റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നാച്ചുറൽ നമ്പേഴ്സിലാണ്. അതോടൊപ്പം എക്സിന് വില എന്താണ്? 4നേക്കാൾ ചെറുതാണ്. അതുകൊണ്ട് 1, 2, 3 എന്ന് കിട്ടുന്നു. ഇനി നമുക്ക് ഈ റിലേഷനെ റോസ്റ്റർ ഫോമിൽ എഴുതാം. ആർ ഈക്വൽ ടു, നോക്കൂ, y ഈക്വൽ ടു എക്സ് പ്ലസ് 5 ആണ്. അതായത് എക്സിന് കൊടുക്കാവുന്ന വിലകൾ 1, 2, 3 ആണ് നമുക്ക് ചോദ്യത്തിൽ തന്നിരിക്കുന്നു. അപ്പോൾ 1 നൽകുന്ന സമയത്ത് y കിട്ടുന്നത് എത്രയാണ്? 1 + 5 6 ആണ്. ഇനി 2 നൽകുന്ന സമയത്ത് കിട്ടുന്നത് 2, 7, അതുപോലെ 3, 8. ഇതാണ് നമ്മുടെ ഓർഡേഡ് പെയർസ്. ഇനി നമുക്ക് ഈ റിലേഷൻ റിഫ്ലെക്സീവും സിമ്മെട്രിക്കും ട്രാൻസിറ്റീവ് ആണെന്ന് പരിശോധിക്കണം. ആദ്യം നമുക്കത് റിഫ്ലെക്സീവ് ആണെന്ന് പരിശോധിക്കാം. റിഫ്ലെക്സീവ് ആണെന്ന് പരിശോധിക്കുന്ന സമയത്ത് 1, 1, 2, 2 എന്ന രീതിയിലുള്ള ഓർഡേഡ് പെയർസ് റിലേഷൻ ഉണ്ടോ എന്ന് നോക്കുക. അതില്ല. ആയതുകൊണ്ട് 1, 1 ഡസ് നോട്ട് ബിലോങ്സ് ടു ആർ, ദെയർഫോർ ആർ ഈസ് നോട്ട് റിഫ്ലെക്സീവ് എന്ന് പറയാം. ഇനി അടുത്തതായി പരിശോധിക്കേണ്ടത് സിമ്മെട്രിക് ആണോ എന്ന കാര്യമാണ്. സിമ്മെട്രിക് ആണോ എന്ന് പരിശോധിക്കാൻ നോക്കൂ, 1, 6 എന്ന ഓർഡേഡ് പെയർ ആ റിലേഷനിലുണ്ട്. 1, 6 ഉണ്ടെങ്കിൽ ആരുണ്ടാവണം? 6, 1 ഉണ്ടായിരിക്കണം. ബട്ട് 6, 1 ഡസ് നോട്ട് ബിലോങ്സ് ടു ആർ. 6, 1 എന്ന ഓർഡേഡ് പെയർ റിലേഷൻ ഇല്ല. ആയതുകൊണ്ട് ആർ ഈസ് നോട്ട് സിമ്മെട്രിക്. ഇനി ട്രാൻസിറ്റീവ് ആണോ എന്ന കാര്യം പരിശോധിക്കാം. നോക്കൂ, റിലേഷനിലേക്ക് നോക്കൂ. ഈ റിലേഷൻ ട്രാൻസിറ്റീവ് ആണോ എന്ന് പരിശോധിക്കുന്ന സമയത്ത് ആദ്യം ട്രാൻസിറ്റീവ് എന്താണെന്ന് അറിയണം. നോക്കൂ, എ ബി ബി സി എന്നീ 2 ഓർഡേഡ് പെയറുകൾ ആ റിലേഷൻ ഉണ്ടെങ്കിൽ മാത്രം എ സി എന്ന ഓർഡേഡ് പെയറും ആ റിലേഷൻ ഉണ്ടെങ്കിലാണ് ട്രാൻസിറ്റീവ് എന്ന് വിളിക്കുന്നത്. ഇവിടെ നമ്മൾ ഈ റിലേഷനിലേക്ക് നോക്കുമ്പോൾ എ ബി ബി സി എന്ന രീതിയിലുള്ള ഒരു ഓർഡേഡ് പെയറും ഈ റിലേഷനിൽ കാണുന്നില്ല. അതുകൊണ്ട് ഇത് ട്രാൻസിറ്റീവ് ആണ് എന്നാണ് പറയേണ്ടത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അതിൽ എ ബി ബി സി ഇപ്പോൾ നോക്കൂ, 2, 3, 3, 5 എന്ന രീതിയിൽ 2 ഓർഡേഡ് പെയർസ് ഉണ്ടെങ്കിൽ മാത്രമേ 2, 5 അതിലുണ്ടായാൽ മതി. 2, 3, 3, 5 എന്ന രീതിയിലുള്ള ഒരു ഓർഡേഡ് പെയർസും അതിലില്ലെങ്കിൽ ട്രാൻസിറ്റീവ് എന്ന കേസ് ഇവിടെ വയലേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതെന്താണ്? ട്രാൻസിറ്റീവ് ആണെന്ന് പറയാം. ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നൾസെറ്റ് വരെ എന്താണ്? ട്രാൻസിറ്റീവ് ആണ്. ആ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ എഴുതേണ്ടത് ഇങ്ങനെയാണ്. ഇൻ ആർ, ഈ റിലേഷനിൽ എന്താ കണ്ടീഷൻ? there does not exist ordered pairs of the form xy and yz. നോക്കൂ, എക്സ് വൈ വൈ സെഡ് എന്ന രീതിയിലുള്ള ഓർഡേഡ് പെയർസുകൾ ഈ തന്നിരിക്കുന്ന റിലേഷൻ ഇല്ല. ആയതുകൊണ്ട് therefore R is transitive. ഇത് പ്രത്യേകം മനസ്സിലാക്കുക. ഇവിടെ എ ബി ബി സി എന്ന രൂപത്തിൽ ഓർഡേഡ് പെയർസ് ഉണ്ടെങ്കിൽ മാത്രമേ എ സി ഉണ്ടാവേണ്ട ആവശ്യമുള്ളൂ. അങ്ങനെ ഒരു കേസ് അതിലില്ല എങ്കിൽ അത് ട്രാൻസിറ്റീവ് ആണെന്നാണ് പറയേണ്ടത്. ഇനി അടുത്ത ചോദ്യം നോക്കൂ. ഇവിടെ റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന സെറ്റ് എന്താണ്? എ ഈക്വൽ ടു 1, 2, 3, 4, 5, 6 ആണ്. തന്നിരിക്കുന്ന റിലേഷൻ ആർ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എ ബി സച്ച് ദാറ്റ് ബി ഈക്വൽ ടു എ പ്ലസ് 1 ആണ്. ഈ റിലേഷൻ റിഫ്ലെക്സീവ്, സിമ്മെട്രിക്, ട്രാൻസിറ്റീവ് ആണോ എന്നാണ് പരിശോധിക്കേണ്ടത്. ഇവിടെ നമുക്കിതിനെ ആദ്യം റോസ്റ്റർ ഫോമിലേക്ക് മാറ്റാം. ആർ ഈക്വൽ ടു, നോക്കൂ, ബി ഈക്വൽ ടു എ പ്ലസ് 1 ആണ്. എ എന്നത് 1 എടുക്കുന്ന സമയത്ത് ബി എന്നത് എ പ്ലസ് 1 ആകുമ്പോൾ 1 + 1 2 കിട്ടുന്നു. ഇനി 2, 3,
3 4 4 5 5 6. ഇനി അടുത്തത് 6 7 ആണ്. ഇവിടെ എയിൽ നിന്ന് എയിലേക്കുള്ള റിലേഷൻ ആയതുകൊണ്ട് 6 7 പോസിബിൾ അല്ല. ഇനി ഈ റിലേഷൻ റിഫ്ലക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവ് ആണെന്ന് നോക്കാം. ആദ്യം നമുക്കിത് റിഫ്ലക്സീവ് ആണെന്ന് പരിശോധിക്കാം. ഇപ്പോൾ നോക്കൂ, എല്ലാ ചോദ്യങ്ങളും ഒരുപോലെ വളരെ ഈസി ചോദ്യങ്ങളാണ്. ഇത്തരത്തിൽ എളുപ്പമുള്ള ചോദ്യങ്ങളാണ് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് വരുന്ന ഭാഗങ്ങളിലേക്ക് വരാം. ഇവിടെ നോക്കൂ, റിഫ്ലക്സീവ് ആണോ എന്ന് പരിശോധിക്കുന്ന സമയത്ത് ഇത് റിഫ്ലക്സീവ് ആണോ? 1 മുതൽ 6 വരെ വരുന്ന സമയത്ത് 1 1 2 2 3 3 4 4 5 5 6 6 എന്നീ ഓർഡേഡ് പെയർസ് റിലേഷൻ ഉണ്ടെങ്കിലാണ് റിഫ്ലക്സീവ് എന്ന് വിളിക്കുക. ഈ റിലേഷൻ അങ്ങനെ ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് ഇത് എന്തല്ല? റിഫ്ലക്സീവ് അല്ല. റിഫ്ലക്സീവ് അല്ല എന്ന് എഴുതെങ്ങനെയാണ്? 1 1 ഡസ് നോട്ട് ബിലോങ്സ് ടു ആർ. ഇനിയല്ല, ഒരു കുട്ടി എഴുതുകയാണ് 2 2 ഡസ് നോട്ട് ബിലോങ്സ് ടു ആർ. അത് ശരിയാണോ? ശരിയാണ്. ഏതെങ്കിലും ഒരു ഓർഡേഡ് പെയർ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാണ്. 1 1 ഡസ് നോട്ട് ബിലോങ്സ് ടു ആർ എന്നോ 2 2 ഡസ് നോട്ട് ബിലോങ്സ് ടു ആർ എന്നോ 3 3 ഡസ് നോട്ട് ബിലോങ്സ് ടു ആർ എന്നോ ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ ഇല്ല എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എന്ത് പറയാം? ദിസ് റിലേഷൻ ഈസ് നോട്ട് എ റിഫ്ലക്സീവ് റിലേഷൻ. ഇറ്റ് ഈസ് നോട്ട് എ റിഫ്ലക്സീവ് റിലേഷൻ എന്ന് പറയാം. ഇനി അടുത്തത് സിമെട്രിക് ആണെന്ന് പരിശോധിക്കാം. സിമെട്രിക് എന്ന് എഴുതി. സിമെട്രിക് ആവാനുള്ള കണ്ടീഷൻ എ ബി റിലേഷൻ ഉണ്ടെങ്കിൽ ബി എയും റിലേഷൻ ഉണ്ടായിരിക്കണം. നോക്കൂ, 1 2 എന്ന ഒരു ഓർഡേഡ് പെയർ ഞാൻ എടുത്തു. 1 2 ഈ റിലേഷനിൽ ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ എന്താണ്? 2 1 കൂടി ഈ റിലേഷൻ ഉണ്ടെങ്കിലാണ് സിമെട്രിക് എന്ന് വിളിക്കുക. 2 1 ഈ റിലേഷൻ ഉണ്ടോ? ഇല്ല. ബട്ട് 2 1 ഡസ് നോട്ട് ബിലോങ്സ് ടു ആർ. 2 1 ഈ റിലേഷൻ ഇല്ല. ആയതുകൊണ്ട് എന്താണ്? ഇറ്റ് ഈസ് നോട്ട് സിമെട്രിക്. ഇനി അടുത്തത് ട്രാൻസിറ്റീവ് ആണെന്ന് പരിശോധിക്കാം. ട്രാൻസിറ്റീവ് എന്ന് എഴുതി. ട്രാൻസിറ്റീവ് ആണെന്ന് പരിശോധിക്കുന്ന സമയത്ത് നോക്കൂ, 1 2 2 3 ബിലോങ്സ് ടു ആർ. ഈ ഫസ്റ്റത്തെ 2 ഓർഡേഡ് പെയർസ് എടുത്തു. നോക്കൂ, 1 2 2 3 എടുക്കുന്ന സമയത്ത് എങ്ങനെ ആയിരിക്കണം? 1 2 2 3 ഇങ്ങനെയുള്ള 2 ഓർഡേഡ് പെയർസ് ഉണ്ടെങ്കിൽ ആരുണ്ടാവണം? 1 3 ബിലോങ്സ് ടു ആർ ആണെങ്കിൽ എന്ത് വിളിക്കാം? ട്രാൻസിറ്റീവ് ആണെന്ന് വിളിക്കാം. 1 3 ഉണ്ടോ? ഇല്ല. ബട്ട് 1 3 ഡസ് നോട്ട് ബിലോങ്സ് ടു ആർ. ദെർഫോർ ഇറ്റ് ഈസ് നോട്ട് ട്രാൻസിറ്റീവ്. മക്കളെ, ഓരോ ചോദ്യങ്ങളും നന്നായിട്ട് മനസ്സിലാക്കൂ. ഈ ഐഡിയ കിട്ടിയെങ്കിൽ മാത്രമാണ് ഏത് ചോദ്യം വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇനി അടുത്ത ചോദ്യം നോക്കൂ. ഇവിടെ തന്നിരിക്കുന്ന സെറ്റ് എ ഈക്വൽ ടു 1 2 3 ആണ്. ഇവിടെ റിലേഷൻ തന്നിരിക്കുന്നത് റോസ്റ്റർ ഫോമിലാണ്. വളരെ സന്തോഷം. 1 2 2 1 ഈ റിലേഷൻ സിമെട്രിക് ആണ്, പക്ഷേ റിഫ്ലക്സീവും ട്രാൻസിറ്റീവും അല്ല എന്ന് പ്രൂവ് ചെയ്യാനാണ് പറയുന്നത്. ഇവിടെ നമുക്ക് ഈ റിലേഷൻ റിഫ്ലക്സീവ് അല്ല എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. നോക്കൂ, ഈ റിലേഷൻ റിഫ്ലക്സീവ് ആവണമെന്നുള്ള കണ്ടീഷൻ എന്താണ്? സെറ്റ് 1 2 3 ആയതുകൊണ്ട് 1 1 2 2 3 3 എന്നീ ഓർഡേഡ് പെയർസ് റിലേഷൻ ഉണ്ടെങ്കിലാണ് റിഫ്ലക്സീവ് എന്ന് വിളിക്കുക. 1 1 ഇല്ല, 2 2 ഇല്ല, 3 3 ഇല്ല. അതുകൊണ്ട് ഇത് എന്തല്ല? റിഫ്ലക്സീവ് അല്ല. അത് എഴുതേണ്ടത് എങ്ങനെയാണ്? 1 1 ഡസ് നോട്ട് ബിലോങ്സ് ടു ആർ. ദെർഫോർ ആർ ഈസ് നോട്ട് റിഫ്ലക്സീവ്. ഇനി നമുക്ക് ഈ റിലേഷൻ സിമെട്രിക് ആണ് എന്നാണ് പറയേണ്ടത് കേട്ടോ. നോക്കൂ, സിമെട്രിക് ആണ്, റിഫ്ലക്സീവും ട്രാൻസിറ്റീവും അല്ല എന്നാണ് പറയുന്നത്. ഈ റിലേഷനിലേക്ക് നോക്കൂ. ആ റിലേഷനിൽ ഒരു എലമെൻ്റ് ആണ് 1 2. 1 2 ബിലോങ്സ് ടു ആർ ഇംപ്ലൈസ് 2 1 ബിലോങ്സ് ടു ആർ. 2 1 ബിലോങ്സ് ടു ആർ ആണെങ്കിൽ ഈ റിലേഷൻ സിമെട്രിക് എന്ന് പറയാം. നോക്കൂ, 1 2 ഉണ്ട്, 2 1 ഉണ്ട്. ദെർഫോർ ഇറ്റ് ഈസ് സിമെട്രിക്. ഇനി പ്രൂവ് ചെയ്യേണ്ടത് ഈ റിലേഷൻ ട്രാൻസിറ്റീവ് അല്ല എന്നാണ്. ട്രാൻസിറ്റീവ് ആണോ എന്ന് നമുക്ക് പരിശോധിക്കുന്ന സമയത്ത് നോക്കൂ, 1 2 2 1 ബിലോങ്സ് ടു ആർ. പ്രത്യേകം പറയാണ്, 1 2 2 1 1 2 2 1 ഈ റിലേഷൻ ഉണ്ടെങ്കിൽ ഏത് ഓർഡേഡ് പെയർ റിലേഷൻ ഉണ്ടായിരിക്കണം? 1 1 എന്ന ഓർഡേഡ് പെയർ ഈ റിലേഷൻ ഉണ്ടെങ്കിൽ എന്ത് വിളിക്കാം? ട്രാൻസിറ്റീവ് എന്ന് വിളിക്കാം. 1 1 എന്ന ഓർഡേഡ് പെയർ റിലേഷൻ ഉണ്ടോ? ഇല്ല. ഡസ് നോട്ട് ബിലോങ്സ് ടു ആർ ആണ്. ദെർഫോർ ആർ ഈസ് നോട്ട് ട്രാൻസിറ്റീവ്. പ്രത്യേകം ശ്രദ്ധിക്കുക, തന്നിരിക്കുന്ന റിലേഷൻ സിമെട്രിക് ആണെന്നും റിഫ്ലക്സീവും ട്രാൻസിറ്റീവും അല്ല എന്നുമാണ് ഇവിടെ പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്.
ഇനി റിഫ്ലെക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവ് ആണെന്ന് പരിശോധിക്കുന്ന മറ്റൊരു ചോദ്യം നോക്കൂ. ഇവിടെ തന്നിരിക്കുന്ന റിലേഷൻ എന്താ നോക്കൂ. R ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ XY സച്ച് ദാറ്റ് X ഈസ് വൈഫ് ഓഫ് Y. Y എന്ന ആളിൻ്റെ വൈഫാണ് എക്സ് എന്നതാണ് ഇവിടെ തന്നിരിക്കുന്ന റിലേഷൻ. XY എന്ന ഓർഡേഡ് പെയർ കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? വൈൻ്റെ വൈഫാണ് എക്സ്. ഈ റിലേഷൻ റിഫ്ലെക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവും ആണോ എന്നാണ് പരിശോധിക്കേണ്ടത്. ആദ്യം റിഫ്ലെക്സീവ് ആണോ നോക്കാം. റിഫ്ലെക്സീവ് ആണോ എന്ന് പരിശോധിക്കുന്ന സമയത്ത് എപ്പോഴാണ് റിഫ്ലെക്സീവ് എന്ന് പറയാം? എക്സ് ബിലോങ്സ് ടു ആർ ആണെങ്കിലാണ് റിഫ്ലെക്സീവ് ആണെന്ന് പറയാം. എന്താണ് എക്സ് ബിലോങ്സ് ടു ആർ എന്ന് പറഞ്ഞാൽ? ഈ XY എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എക്സ് ഈസ് വൈഫ് ഓഫ് വൈ ആണ്. അപ്പോൾ എക്സ് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്തായിരിക്കും? എക്സ് ഈസ് വൈഫ് ഓഫ് എക്സ്. ഇത് പോസിബിൾ ആണോ? എക്സിൻ്റെ ഭാര്യയാണ് എക്സ്. അത് സാധ്യമല്ല, അങ്ങനെ വരില്ലല്ലോ ഒരിക്കലും. ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് നോട്ട് റിഫ്ലെക്സീവ്. ഇത് റിഫ്ലെക്സീവ് അല്ല എന്ന് നമുക്ക് പറയാൻ കഴിയും. വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇതൊക്കെ. ഇനി നോക്കൂ, അടുത്തത് എന്താണ്? ഇത് സിമെട്രിക് ആണോ എന്ന് നോക്കാം. സിമെട്രിക് എന്ന് എഴുതി. ഇത് സിമെട്രിക് ആണെങ്കിലുള്ള കണ്ടീഷൻ എന്താണ്? XY ബിലോങ്സ് ടു ആർ ആണെങ്കിൽ എന്തായിരിക്കണം? YX ബിലോങ്സ് ടു ആർ ആയിരിക്കണം. ഇതാണ് സിമെട്രിക് ആവുള്ള കണ്ടീഷൻ. XY ബിലോങ്സ് ടു ആർ ആണെങ്കിൽ YX ബിലോങ്സ് ടു ആർ ആയിരിക്കണം. XY ബിലോങ്സ് ടു ആർ ആണെങ്കിലുള്ള കണ്ടീഷൻ എന്താണ്? എക്സ് ഈസ് വൈഫ് ഓഫ് വൈ. എന്താണ്? എക്സ് ഈസ് വൈഫ് ഓഫ് വൈ ആണ്. അങ്ങനെയെങ്കിൽ YX ബിലോങ്സ് ടു ആർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നോക്കൂ, Y ഈസ് വൈഫ് ഓഫ് എക്സ്. ഇത് പോസിബിൾ ആണോ? വൈൻ്റെ വൈഫാണ് എക്സ്. ഇനി അടുത്ത് പറയുന്നത് എന്താണ്? എക്സിൻ്റെ വൈഫാണ് വൈ. അങ്ങനെയാണോ നമ്മൾ പറയാറ്? വൈൻ്റെ വൈഫാണ് എക്സ് എങ്കിൽ എക്സിൻ്റെ ഹസ്ബൻഡാണ് വൈ എന്നാണ് പറയാറ്. അതുകൊണ്ട് ഇത് എന്തല്ല? വിച്ച് ഈസ് നോട്ട് പോസിബിൾ. ഇത് സാധ്യമല്ല, ഇങ്ങനെ നമ്മൾ പറയാറില്ല. ആയതുകൊണ്ട് എന്താണ്? ഇറ്റ് ഈസ് നോട്ട് സിമെട്രിക്. ഇതെന്തല്ല? സിമെട്രിക് അല്ല എന്ന് പറയാം. ഇനി അടുത്തതായി പരിശോധിക്കേണ്ടത് ഇത് ട്രാൻസിറ്റീവ് ആണോ എന്നാണ്. ട്രാൻസിറ്റീവ് ആവാനുള്ള കണ്ടീഷൻ എന്താണ്? XY Z എന്നീ ഓർഡേഡ് പെയേഴ്സ് ഈ റിലേഷൻ ഉണ്ടെങ്കിൽ ആര് കൂടി ഉണ്ടാവണം? XZ കൂടി ഉണ്ടാവണം. അങ്ങനെയെങ്കിലാണ് ഇതിനെ ട്രാൻസിറ്റീവ് എന്ന് വിളിക്കുന്നത്. നോക്കൂ, XY ബിലോങ്സ് ടു ആർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? എക്സ് ഈസ് വൈഫ് ഓഫ് വൈ. ഇനി YZ ബിലോങ്സ് ടു ആർ എന്താ മീനിങ്? വൈ ഈസ് വൈഫ് ഓഫ് സെഡ്. ഇനി XZ ബിലോങ്സ് ടു ആർ എന്താ മീനിങ്? എക്സ് ഈസ് വൈഫ് ഓഫ് സെഡ്. ഇത് പോസിബിൾ ആണോ? നിങ്ങളൊരു എക്സാമ്പിൾ എടുത്ത് 3 ആളുകൾ XY Z എന്ന് പറയുന്ന 3 ആളുകൾ എടുത്തിട്ട് ഇതൊന്ന് പരിശോധിച്ച് നോക്കൂ. അത് ശരിയാവുമോ? അത് ശരിയാവില്ല. ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ദ റിലേഷൻ ഈസ് നോട്ട് ട്രാൻസിറ്റീവ്. ഇറ്റ് ഈസ് നോട്ട് ട്രാൻസിറ്റീവ് എന്ന് പറയാം. വളരെ ഈസി ആയിട്ടുള്ള ചോദ്യമാണ്. ഒരു വൈഫും ഹസ്ബൻഡും റിലേഷനാണ് പറയുന്നത്. ആ റിലേഷൻ നമുക്ക് റിഫ്ലെക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവും ആകുമോ എന്നാണ് ചോദ്യം. ഇപ്പോൾ മുൻപ് ചെയ്തതിന് സമാനമായ മറ്റൊരു ചോദ്യമാണ്. ഈ റിലേഷനും റിഫ്ലെക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവും ആണോ എന്നാണ് പരിശോധിക്കേണ്ടത്. ഇവിടെ തന്നിരിക്കുന്ന റിലേഷൻ R ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ XY സച്ച് ദാറ്റ് X ഈസ് ഫാദർ ഓഫ് വൈ. ഇത് ഞാൻ ശരിക്കും എഴുതേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കിത് പറയാൻ കഴിയും. നോക്കൂ, ഇത് റിഫ്ലെക്സീവ് ആണോ? എക്സ് ഈസ് ഫാദർ ഓഫ് എക്സ്. എക്സ് ഈസ് ഫാദർ ഓഫ് എക്സ് എന്ന് പറയാറുണ്ടോ? എക്സിൻ്റെ ഫാദറാണ് എക്സ് എന്ന് പറയാറുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഇത് എന്തല്ല? റിഫ്ലെക്സീവ് അല്ല. ഇനി സിമെട്രിക് ആണോ എന്ന് പരിശോധിക്കുന്ന സമയത്തോ എക്സ് ഈസ് ഫാദർ ഓഫ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചെന്ത് പറയണം? വൈ ഈസ് ഫാദർ ഓഫ് എക്സ്. അങ്ങനെയാണോ നമ്മൾ പറയാറ്? എക്സിൻ്റെ ഫാദറാണ് വൈ എന്ന് പറഞ്ഞാൽ വൈൻ്റെ ഫാദറാണ് എക്സ് എന്ന് പറയുമോ? ഒരു മകൻ അച്ഛൻ ബന്ധമല്ലേ അവിടെ വരിക. അതുകൊണ്ട് ഇത് എന്തല്ല? സിമെട്രിക് അല്ല. ഇനി ട്രാൻസിറ്റീവ് ആണോ എന്ന് പരിശോധിക്കുന്ന സമയത്ത് എക്സ് ഈസ് ഫാദർ ഓഫ് വൈ. XY എന്ന് പറഞ്ഞാൽ എക്സ് ഈസ് ഫാദർ ഓഫ് വൈ. ഇനി YZ എന്ന് പറഞ്ഞാൽ വൈ ഈസ് ഫാദർ ഓഫ് സെഡ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കണം?
സെഡ് ആയിരിക്കണം. അതായത് എക്സ് ഈസ് ഫാദർ ഓഫ് സെഡ്. അത് പോസിബിൾ അല്ലല്ലോ. ആയതുകൊണ്ട് എന്തല്ല, സിമെട്രിക്കും അല്ല, റിഫ്ലെക്സീവും അല്ല, ട്രാൻസിറ്റീവും അല്ല. ഇതൊക്കെ ജസ്റ്റ് നമുക്ക് ചിന്തിച്ച് ഉത്തരം എഴുതാൻ പറ്റുന്ന സിമ്പിളായുള്ള ചോദ്യങ്ങളാണ്. ടെക്സ്റ്റ് ബുക്ക് ചോദ്യങ്ങളായതുകൊണ്ടാണ് ഇതെല്ലാം ഡിസ്കസ് ചെയ്തത്. ഇനി അടുത്ത ചോദ്യം നോക്കൂ. ആർ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് വൈ സച്ച് ദാറ്റ് എക്സ് ആൻഡ് വൈ ലിവ് ഇൻ ദി സെയിം ലൊക്കാലിറ്റി. ഇത് ഒരു റിഫ്ലെക്സീവ് റിലേഷൻ ആണോ? നോക്കൂ, എക്സ് എക്സ് എന്ന് പറയുന്നത് എക്സ് ആൻഡ് എക്സ് ലിവ് ഇൻ ദി സെയിം ലൊക്കാലിറ്റി. അത് ശരിയല്ലേ? എക്സ് ആൻഡ് എക്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും എക്സ് തന്നെ ഉള്ളൂ. ലിവ് ഇൻ ദി സെയിം ലൊക്കാലിറ്റി എന്ന് പറയുന്നത് ബിലോങ്സ് ടു ആർ ആണ്. അതുകൊണ്ട് ഇതെന്താണ്? റിഫ്ലെക്സീവ് ആണ്. ഇവിടെ നമുക്ക് റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ് ആണോ എന്ന് പരിശോധിക്കുകയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഇതെന്താണ്? റിഫ്ലെക്സീവ് ആണ്. ഇനി സിമെട്രിക് ആണോ എന്ന് പരിശോധിക്കുന്ന സമയത്ത് നോക്കൂ, സിമെട്രിക് ആണെങ്കിൽ എക്സ് വൈ ബിലോങ്സ് ടു ആർ ഇംപ്ലൈസ് വൈ എക്സ് ബിലോങ്സ് ടു ആർ ആയിരിക്കണം. എക്സ് ആൻഡ് വൈ ലിവ് ഇൻ ദി സെയിം ലൊക്കാലിറ്റി എന്ന് പറയുന്നതും വൈ ആൻഡ് എക്സ് ലിവ് ഇൻ ദി സെയിം ലൊക്കാലിറ്റി എന്ന് പറയുന്നത് ഒന്ന് തന്നെയല്ലേ? അതുകൊണ്ട് ഇത് എന്ത് പറയാം? സിമെട്രിക് ആണെന്ന് പറയാം. റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്. ഇനി ട്രാൻസിറ്റീവ് ആണോ നോക്കണം. ട്രാൻസിറ്റീവ് ആയുള്ള കണ്ടീഷൻ എന്താണ്? ട്രാൻസിറ്റീവ്. ഇതൊന്നും കൂടുതൽ നീട്ടി പറയേണ്ട ആവശ്യമില്ല, വളരെ ഈസി ആയുള്ള ചോദ്യങ്ങളാണ്. നോക്കൂ, എക്സ് വൈ, വൈ സെഡ്, എക്സ് വൈ ബിലോങ്സ് ടു ആർ, വൈ സെഡ് ബിലോങ്സ് ടു ആർ ആണെങ്കിൽ ദെൻ എക്സ് സെഡ് ബിലോങ്സ് ടു ആർ ആണെങ്കിലാണ് എന്ത് വിളിക്കുക? ട്രാൻസിറ്റീവ് ആണെന്ന് വിളിക്കുക. നോക്കൂ, എക്സ് വൈ ബിലോങ്സ് ടു ആർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എക്സ് ആൻഡ് വൈ ലിവ് ഇൻ ദി സെയിം ലൊക്കാലിറ്റി. എക്സും വൈയും ഒരേ ലൊക്കാലിറ്റിയിലുള്ള ആളുകളാണ്. ഇനി വൈ സെഡ് എന്ന് പറഞ്ഞാലോ, വൈയും സെഡും ലിവ് ഇൻ ദി സെയിം ലൊക്കാലിറ്റി എന്ന് പറഞ്ഞാൽ എക്സും സെഡും ആ ലൊക്കാലിറ്റിയിലെ ആളുകൾ തന്നെ ആവില്ലേ? ഇതിൽ നിന്നും വളരെ വ്യക്തമാണ് ഈ റിലേഷൻ എന്താണ്? ട്രാൻസിറ്റീവ് ആണ്. ഈ വീഡിയോയിലൂടെ ഞാൻ ഡിസ്കസ് ചെയ്തത് റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ് റിലേഷൻസുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളാണ്. ഇവിടെ ഞാൻ തിരഞ്ഞെടുത്ത ചോദ്യങ്ങളെല്ലാം വളരെ സിമ്പിളായ ചോദ്യങ്ങളാണ്. ഇനി അടുത്ത പാർട്ട് എന്ന് പറയുന്നതും റിഫ്ലെക്സീവും, സിമെട്രിക്കും, ട്രാൻസിറ്റീവ് ആണെന്ന് പരിശോധിക്കുന്ന ചോദ്യങ്ങളാണ്. ആ പാർട്ടിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചെയ്യാം. ഈ കാര്യങ്ങൾ മനസ്സിലായ കുട്ടികൾക്ക് മാത്രമാണ് കുറച്ചുകൂടെ നല്ല ചോദ്യങ്ങൾ പെട്ടെന്ന് ചെയ്യാൻ കഴിയുള്ളൂ. ആയതുകൊണ്ട് തന്നെ വീഡിയോ ആവർത്തിച്ച് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. താങ്ക് യു.